ഓപ്പറേഷൻ തുഫാൻ കൊടുമ്പിരി കൊള്ളുകയാണ്. പെട്ടെന്ന് ആ നിയമം നടപ്പാക്കിയപ്പോൾ ഒരുപാട് പേര് കുടുങ്ങി. നമ്മളൊക്കെ സന്തോഷിച്ചു. പക്ഷേ പിടിച്ചതൊക്കെ അത് ഉപയോഗിക്കുന്നവരും ആ ഉപയോഗിക്കാൻ കൊടുക്കുന്നവരും സപ്ലൈ ചെയ്യുന്നവരുമായിരുന്നു അധികവും. വാസ്തവത്തിൽ ഉപയോഗിക്കുന്നവനും അവന് ഈ ചെറിയ പൊതി കൊണ്ടു കൊടുക്കുന്നവനെയും പിടിക്കുന്നുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. അത് എവിടെയൊക്കെ ഉണ്ടെങ്കിലും പൊതുവെ ഈ മയക്കുമരുന്ന് അടിക്കുന്നവരെ മുഴുവൻ എവിടെയായാലും വേറെ മനസ്സിലാക്കാൻ കഴിയും. കുറേ കാലമായിട്ട് ഇത് മനസ്സിലാക്കി ഇരിക്കുന്നവർ റെഡി ഉണ്ടായിരിക്കും മാർക്കറ്റിൽ. അവർ നിയമം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ മയക്കുമരുന്ന് അടിക്കുന്നവനെ കയറി പിടിക്കാൻ പറ്റും. അവനെ പിടിക്കുമ്പോൾ അവന് കൊടുക്കുന്നവനെയും പിടിക്കാൻ പറ്റും. ചിലപ്പോൾ അവനെ സപ്ലൈ ചെയ്യുന്ന അവൻ്റെ മുകളിലുള്ളവരെയും ചിലപ്പോൾ പിടിക്കാൻ പറ്റിയെന്ന് വരും. ഇതൊക്കെ ചെറിയ കണ്ണികളാണ്. അതിൻ്റെ മുകളിലേക്ക് ഈ സംഭവം പോകുന്നില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഈ നിയമം കൊണ്ടുവന്ന ആഭ്യന്തരമന്ത്രിയുടെ തന്നെ പാർട്ടിക്കാരായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കാസർഗോഡ് നിന്ന് പിടിച്ചു. അത് വലിയ കോളിളക്കം സൃഷ്ടിച്ചു. സത്യത്തിൽ വകുപ്പ് മന്ത്രിക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടിയിലെ കുറച്ച് വലിയ നേതാക്കളായ ചെറുപ്പക്കാരെയാണ് പിടിച്ചിരിക്കുന്നത്. അവരേത് മതമാണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം അതൊക്കെ പറഞ്ഞ പിന്നെ വലിയ കോലാഹലമായിട്ട് ഇവിടെ മാറും. അവരെ പിടിച്ചു. അവർ നിലവിലെ മുഖ്യമന്ത്രിയുമായിട്ട് ചർച്ച ചെയ്യുന്ന വീഡിയോകളും ഫോട്ടോകളും അങ്ങോട്ട് പുറത്തേക്ക് വരാൻ തുടങ്ങി. പല ചാനലുകളും അതെടുത്ത് പുറത്ത് ഇട്ട് അങ്ങോട്ട് അടിച്ച് വീശി കാണിച്ചു കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അതിൽ ചില ന്യായീകരണങ്ങളൊക്കെ മുഖ്യമന്ത്രി പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ തന്നെ ആയാലും അവരെ കർശനമായി, ഞാൻ വിചാരിച്ചു അവരൊക്കെ പറഞ്ഞുകൂടി എന്തെങ്കിലും തട്ടിപ്പും തരികടിയും പറഞ്ഞ് പാർട്ടിക്കാരാണല്ലോ. പക്ഷേ എന്തോ ആഭ്യന്തരമന്ത്രി വളരെ ശക്തമായിട്ട് കസ്റ്റഡിയിൽ വെച്ചുകൊണ്ട് ചോദ്യം ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ഒരു ന്യൂസ് പുറത്തു വരുന്നുണ്ട്. ഇവർക്ക് ഈ മയക്കുമരുന്ന് എത്തിച്ചു കൊടുത്തത് ബാംഗ്ലൂരിൽ നിന്നാണ് എന്നൊരു വിവരം വന്നു. കുറച്ച് സമാധാനമായി, കാരണം അതിൻ്റെ മുകളിലേക്ക് അത് പോയിട്ടുണ്ട്. പക്ഷേ തമാശ, ബാംഗ്ലൂരിൽ നിന്ന് എത്തിച്ചു കൊടുത്തിരിക്കുന്ന ഒരു ലേഡിയാണ്. റിയ എന്ന പേരുള്ള ഒരു ലേഡിയാണ് ഈ സപ്ലൈ മുഴുവൻ കേരളത്തിലേക്ക് കൊടുത്തിരിക്കുന്നത്. ചിലപ്പോൾ ഇത് വലിയൊരു ലിങ്ക് ആവാൻ ചാൻസ് ഉണ്ട്. ബാംഗ്ലൂർ ടു കാസർഗോഡ് ഇത് കറക്റ്റായിരിക്കും. ചിലപ്പോൾ അവിടെ നിന്ന് കേരളത്തിൽ ഇങ്ങനെ അത് വ്യാപിച്ചു പോകുന്നു. ചിലപ്പോൾ ശരിയാവാം കണ്ണി. അപ്പോൾ ഈ റിയ എന്ന് പറയുന്ന വനിതയെ ബാംഗ്ലൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരെ പിടിക്കുമ്പോൾ, അവരെ ചോദ്യം ചെയ്യുമ്പോൾ അവർക്ക് എത്തിച്ചു കൊടുക്കുന്നത് വിദേശത്ത് നിന്നാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. സത്യമൊന്നും ആയിക്കൊള്ളുന്നില്ല. ന്യൂസ് ഇപ്പോൾ വരുന്നുണ്ട്. അത് തൽക്കാലം ഒരു പുക മറ ഉണ്ടാക്കി ഒതുക്കുകയാണോ എന്ന് നമ്മൾ കാത്തിരുന്ന് കാണാം. അതായത് ഈ ബാംഗ്ലൂരിലെ ഈ ലേഡിക്ക് ഇത് എത്തിച്ചു കൊടുക്കുന്നത് നൈജീരിയയിൽ നിന്നാണെന്നാണ് ഇപ്പോൾ ഒരു പുതിയ അപ്ഡേറ്റ് ആയിട്ടുള്ള ന്യൂസ് വരുന്നത്. അപ്പോൾ ഈ നൈജീരിയയിൽ നിന്ന് ഇത് ഇന്ത്യയിലേക്ക് ഏത് പോർട്ട് വഴി വരുന്നു, ഇതൊക്കെ കണ്ടെത്തേണ്ടേ. ഇവിടെ ഏതെങ്കിലും ഒരു പോർട്ട് വഴി, എയർപോർട്ടോ സീ പോർട്ടോ, ഇനി ഇത് രണ്ടും അല്ലാതെ ലോഞ്ചുകൾ, അതായത് കള്ള ബോട്ടുകൾ. അപ്പോൾ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനൊക്കെ കണ്ണുപെട്ടിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ അറിവോടുകൂടി ചെറിയ ബോട്ടുകളിൽ കൊണ്ടുവന്ന്, പലപ്പോഴും പാകിസ്ഥാൻ്റെ പല ബോട്ടുകളും നമ്മൾ ബോംബെ തീരത്തും ഗുജറാത്ത് തീരത്തും കേരള തീരത്തൊക്കെ പിടിക്കേണ്ടായിട്ടുണ്ട് ഒരു സമയങ്ങളിലൊക്കെ. പക്ഷേ അതൊക്കെ അതിൽ പിടിക്കുന്ന സമയത്ത് അതിലൊക്കെ മയക്കുമരുന്നുകൾ ഉണ്ടായിരുന്നതായിട്ടും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് പിടിക്കപ്പെട്ട ന്യൂസല്ലേ നമ്മൾ കാണുന്നുള്ളൂ. പിടിക്കപ്പെടാതെ എത്ര ബോട്ടുകൾ നമ്മുടെ കരയ്ക്ക് വന്ന് തിരിച്ചു പോകുന്നുണ്ട് എന്ന് നമ്മൾ ആശങ്കാകുലരായിരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം അത്ര കണ്ട് മയക്കുമരുന്നുകൾ നമ്മുടെ രാജ്യത്ത് വന്ന് നിറയുക മാത്രമല്ല, പുതുതലമുറ, പുതിയ ചെറുപ്പക്കാർ, വിദ്യാർത്ഥികൾ, നമ്മുടെ അസറ്റ് എന്ന് പറഞ്ഞ് സമരം പിടിച്ചവർ ഇതിനെക്കുറിച്ച് സമരം പിടിക്കാൻ തയ്യാറല്ല. ഈ വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന ഇവരുടെ ആ ജനറേഷനെ നശിപ്പിക്കുന്ന ഈ മയക്കുമരുന്നിനെ കുറിച്ച് അതിനെതിരെ ഈ പറയുന്ന കോക്രോച്ചോ അല്ലെങ്കിൽ കോക്രോച്ചിൻ്റെ പിന്നാലെ വാലാട്ടി നടന്നവരോ സമരം ചെയ്യാൻ തയ്യാറല്ല. മയക്കുമരുന്നിനെതിരെ ജന്തർ മന്ദറിൽ ഒരു
ഒരു സമരം സംഘടിപ്പിക്കാൻ ഇവർ തയ്യാറല്ല. ഇവർ ചെയ്യുന്ന സമരങ്ങൾ നമ്മളിപ്പോൾ കണ്ടു. ഇവിടെ ഏറ്റവും മാരകമായ വിഷമാണ് മയക്കുമരുന്ന്. അതിനെതിരെ സമരം ചെയ്യാൻ ഈ കോക്രോച്ച് പാർട്ടി നേതാവിനെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഒരു സമരം സംഘടിപ്പിക്കുക, എല്ലാ വിദ്യാലയങ്ങളിലും കയറി ഇറങ്ങി പ്രസംഗിക്കുക. കുറച്ച് ചെറുപ്പക്കാർ, നമ്മുടെ വിദ്യാർത്ഥികൾ നന്നാവട്ടെ, നമ്മുടെ സമൂഹം നന്നാവും. അതിന് മുൻകൈയെടുക്ക് മിസ്റ്റർ കോക്രോച്ച് പാർട്ടി. നിങ്ങളാണല്ലോ ഇറങ്ങിയത്, അപ്പോൾ നിങ്ങളുടെ പിന്നാലെ മറ്റുള്ള പ്രധാനമന്ത്രിമാരൊക്കെ ഇറങ്ങാൻ തുടങ്ങും. കുറച്ച് നല്ല കാര്യം ചെയ്യാൻ ശ്രമിക്കുക. എന്തൊക്കെ പറഞ്ഞാലും ഈ ഓപ്പറേഷൻ തുഫാൻ എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമല്ല, അത് ഇന്ത്യ ഒട്ടാകെ നടപ്പാക്കേണ്ട നിയമമാണ് എന്നതിന് യാതൊരു സംശയവും വേണ്ട. ഒരു പ്രാവശ്യം ചർച്ച ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരള ആഭ്യന്തരമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായി വീണ്ടും കൂടിക്കാഴ്ചകൾ നടത്തി ഈ തരം രേഖകൾ അവിടെ അവതരിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ട് ഇത് വലിയൊരു സംഭവമാക്കി മാറ്റി, ഇതൊരു വലിയ വേട്ടയായി മാറ്റണം. ഈ തുഫാൻ എന്ന് പറയുന്ന ഈ മയക്കുമരുന്ന് വേട്ട. ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ന് കേരളത്തിലെ ബ്രാൻഡഡ് വലിയ ബിസിനസ്, ഞാൻ ആ ബ്രാൻഡിൻ്റെ പേരൊന്നും പറയുന്നില്ല, അവരുടെ തുടക്കം, അവരുടെ ഒരു 100 കൊല്ലം 200 കൊല്ലം ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ തുടക്കം മയക്കുമരുന്ന് കച്ചവടമായിരുന്നു ലോകവ്യാപകമായിട്ട്. അതിൽ നിന്ന് ഉണ്ടാക്കിയ അസറ്റാണ് ഇന്ന് അവരെ ഈ ബ്രാൻഡ് ഇവിടെ നിലനിർത്തുന്നത്. അപ്പോൾ ഈ മയക്കുമരുന്ന് ഈ സമൂഹത്തെ കാലങ്ങളായി നശിപ്പിച്ചിട്ടുണ്ട്. അത് ഒരു തലമുറയെ നശിപ്പിച്ചാലും മൊത്തം ജനത്തെ അത് കാർന്നു തിന്നിട്ടില്ല എന്ന ഒരു സമാധാനമാണ് ഈ ലോകം ഇപ്പോഴും നിലനിൽക്കുന്നത്. എന്തു തന്നെയായാലും അതിഭയങ്കരമായ അപകടകരമായ ഒരു രാസവസ്തു തന്നെയാണ് ഈ മയക്കുമരുന്ന്. അതിനെതിരെയുള്ള പോരാട്ടം വളരെ ശക്തമായിട്ട് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം. യൂത്ത് കോൺഗ്രസ്സുകാരായാലും വേണ്ടില്ല, DYFIക്കാരായാലും വേണ്ടില്ല, യൂത്ത് ലീഗുകാരായാലും വേണ്ടില്ല, യുവമോർച്ചക്കാരായാലും വേണ്ടില്ല, ആര് തന്നെയായാലും അവരുടെ രാഷ്ട്രീയം എന്തു തന്നെയായാലും അവർ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് തന്നെ അവരെ പിടിച്ച് ചോദ്യം ചെയ്ത് അതിൻ്റെ ഓരോ കണ്ണികളും പുറത്തു കൊണ്ടുവരുവാൻ ഇവിടുത്തെ പോലീസിന്, സേനയ്ക്ക് ധൈര്യം കൊടുക്കാൻ ഇവിടെയുള്ള ഭരണം നടത്തുന്നവർ മുന്നിൽ തന്നെ നിൽക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം.